ये कौन है भाई? इतनी रात गई है, क्या मुसीबत है? രാജേന്ദ്ര, പകല് പുറത്തിറങ്ങി നടക്കാറായിട്ടില്ലല്ലോ ബോംബെയില്. അതുകൊണ്ടായി പാതിരാത്രിക്ക്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫാദറിന്റെ റിയാക്ഷൻ? അനുഭവിച്ചൊക്കെ ഞാനല്ലേ. നിന്നോടുള്ള അരിശം കൊണ്ട് അയാൾ എനിക്ക് ലീവ് പോലും തന്നില്ല. കൊറേയൊക്കെ ഞാനും അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് അന്തരീക്ഷം? ശാന്തമായിട്ടൊന്നുമില്ല. നിന്നെ കയ്യിൽ കിട്ടിയാലും ചേട്ട് വെറുതെ വിടാനും പോകുന്നില്ല. കുറച്ചുകൂടി ശക്തി സംഭരിച്ചിട്ട് വേണം മോളെയും കൂട്ടി അയാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. മാരേജ് രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും പോക്കറ്റിട്ടുണ്ടാ ഞാൻ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാ? തൽക്കാലം സേട്ടുവിന്റെ കണ്ണിപ്പെടാത്ത ഒരു സ്ഥലത്ത്, പൂനെക്കടുത്ത. ഇതാ എന്റെ അഡ്രസ്. നീ മാത്രം അറിഞ്ഞാ മതി. സേട്ടുവിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ നീ എന്നെ അറിയിക്കണം. പിന്നെ നിന്നെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. മനഃപൂർവ്വം അല്ല വിഷ്ണു. ഇപ്പൊ ഞാൻ കുറെ സൗകര്യത്തിലാ. നിന്റെ കാശ് ഞാൻ കുറേശ്ശെ തന്നു തീർത്തോളാം. എന്നെ പറ്റി പറയണ തിരക്കില് നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു. എവിടാ നിന്റെ കെട്ടിയോള്? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ ഗംഭീരായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആൺകളെ ഇക്കരെയും പെൺകളെ അക്കരായിട്ട് കഴിഞ്ഞു കൂടുക. ഫേറ്റ്. അതെന്ത് പറ്റി? അവളെ ഇവിടെ കൊണ്ടു താമസിപ്പിക്കാൻ പറ്റുമോ? ഒരു വീടിന് വേണ്ടിയുള്ള അലച്ചില്ല. അത് കൊള്ളാം. ഒറ്റക്കട്ടിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്റെ വാരിയിൽ ചവിട്ടി ഒടിച്ചിട്ട് അറം പറ്റിയല്ലോടാ വിഷ്ണു. धरने के लिए कुछ भी नहीं. पहले दिया ना वो दवाइयाँ, वो दे दीजिए, ठीक हो जाएगा. थैंक यू. സിന്ധു എന്ത് പറ്റി? ഇന്നലെ രാത്രി ശ്വാസമുട്ടൽ കുറച്ച് കൂടി. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല കുട്ടി. ഡോക്ടർ എന്ത് പറഞ്ഞു? എപ്പോഴും പറയാറുള്ളത് തന്നെ, പൊല്യൂട്ടഡ് എയർ കൊണ്ടുണ്ടാകുന്ന അലർജി. ഇവിടത്തെ ഈ പുകയും പൊടിയൊക്കെ ശ്വസിച്ചിട്ടാ. ഇതൊന്നും ഇല്ലാത്ത ഏത് സ്ഥലം ഉണ്ടോ ഈ നഗരത്തില്? മോളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കുളു താഴ്വരയിൽ ചെന്ന് താമസിക്കാൻ പറ്റുമോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്? ഇടയ്ക്ക് തോന്നും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയാലോന്ന്. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു വർഷത്തെ സർവീസും കൂടെ ബാക്കിയുള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. വളരെ കുറച്ചേ ഉള്ളൂ മോഹം. വിഷ്ണു അരുന്നത് എവിടെ? കണ്ടില്ലല്ലോ. ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നുള്ള പ്രോഗ്രാം ആണല്ലേ? ഞാൻ ആ ഹോസ്റ്റലിൽ പോക്ക് നിർത്തിയേച്ചി. ശരിയാവില്ല. ആ തള്ള മാറ്റണം സഹിക്കാൻ വലിയ പാടാ. കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. കരീംഭായി എന്താ പറഞ്ഞത്? കാണുമ്പോ ഉടനെ ശരിയാവെന്ന് പറയും. അല്ലാതെ തന്നെ ഞാനും എന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ടോ. ഇങ്ങനെ കുറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ നാടിന്റെ വില അറിയണത്. ദാ അരുന്ധതി വരുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. അതാ നല്ലത്. ഇവിടെ നിന്നാ ഇവരുടെ ലാത്തിയും കൂടി സഹിക്കേണ്ടി വരും. മേട്ടനേക്കാളും ഒട്ടും മോശമല്ല ഇവളും ആ കാര്യത്തില്. പാവങ്ങള് ലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ നടക്കുക. ഒരു രാത്രി ഇവിടെ താമസിക്കട്ടെന്ന് വെച്ചാ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. എന്തത്? നമ്മുടെ വീട്. ഇതുപോലൊരു കൊച്ചു വീട് മതി. ഒരു കൊച്ചു സ്വർഗം. എപ്പോഴാ വിഷ്ണുട്ടാ? ഞാൻ ഒരുപാടൊക്കെ സങ്കല്പിച്ചു നോക്കി. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ ബോംബെ നഗരം ശൂന്യമാവുന്നു. ഒരൊറ്റ മനുഷ്യരില്ല, ഒരൊറ്റ വാഹനങ്ങളില്ല. നമ്മൾ രണ്ടുപേരും മാത്രം. ഇവിടുത്തെ ആയിരക്കണക്കിന് ഫ്ലാറ്റുകളിലെ 10,000കണക്കിന് മുറികൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. എങ്ങോട്ട് പോണമെന്നറിയാതെ നമ്മൾ ആകെ പകച്ചു നിൽക്കുന്നു. എങ്ങനെയുണ്ടാവും? കുട്ടിമാമയുടെ കത്തുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇങ്ങോട്ട് പുറപ്പെടുക അത്രേ, കുറച്ചു ദിവസം നമ്മുടെ കൂടെ താമസിക്കാൻ. ഞാൻ എഴുതി വരണ്ടാന്ന്. നമ്മളിവിടെ എങ്ങനെയാ കഴിയുന്നതെന്ന് അവരറിയണ്ടല്ലോ. വീട്ടിലും അങ്ങനെ തന്നെ ധരിച്ചിരിക്കുന്നു. ഞാനും ഒന്നും എഴുതിയിട്ടില്ല.
മിസ്സസ് അരുന്ധതിയുടെ കയ്യിൽ വാച്ച് ഇല്ലേ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 8 മണി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഗോ ടു യുവർ റൂം. ഗുഡ് നൈറ്റ് മിസ്റ്റർ വിഷ്ണു. എന്താടോ കണ്ടിട്ട് ഒരു മാതിരി? ഇല്ല, കുറച്ച് മഴ നനഞ്ഞു. ഒരു കട്ടൻ കാപ്പി വേണമായിരുന്നല്ലോ. അയ്യോ, എല്ലാം എടുത്തു വെച്ചല്ലോ. സാരമില്ല. ഹലോ ഹലോ, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ വിഷ്ണു നാരായണൻ പ്ലീസ്? സോറി മാഡം, ഹി ഈസ് ഓൺ ലീവ് ടുഡേ. अरे यार बड़े दिनों के बाद मिले, कहाँ रहते हो? अरे यार सब मेरे साथ चलो यार, अब एक काम छोड़ बाद में बताऊंगा, तुम मेरे साथ चल चलो। नहीं यार काम हम छोड़ कभी चल मेरे साथ चल नहीं വിഷ്ണു ഏട്ടാ, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ലീവ് എടുത്തോ? ഞാൻ പേടിച്ചു. ഒന്നുമില്ല, ചെറിയൊരു പനി, 2 ദിവസം കൊണ്ട് മാറും. ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ അടുത്തില്ലാണ്ട്. ഓ, അതൊന്നും സാരമില്ല. സുധാകരൻ ഉണ്ടായിരുന്നു ഇത്ര നേരം. ഡോക്ടറെ കാണിച്ചില്ലേ? അത്രയ്ക്കുള്ള ഒന്നുമില്ലെന്നേ, ഒരു ചെറിയ തലവേദന. എന്തെങ്കിലും കഴിച്ചോ എന്ന്? കഴിച്ചു. എന്ത് കഴിച്ചു? 2 ദിവസം കൊണ്ട് ഇത് മാറും. ഒന്നും കഴിച്ചില്ല അല്ലേ? ഹോട്ടലാഹാരത്തിന് ഒരു രുചിയും തോന്നില്ല. കരച്ചിലും തുടങ്ങിയോ? ये छोकरी कौन है? मेरा पत्नी है. ओहो, പൊക്കോളൂ, സാരമില്ല, ഒക്കെ ശരിയാവും. ഏയ്, എന്തത്? ടേക്ക് ഇറ്റ് ഈസി. ഹസ്ബൻഡിന്റെ അസുഖം മാറിയില്ലേ ഇതുവരെ? ഇല്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതല്ല, ആരുമില്ലാതെ അവിടെ തനിച്ച്. അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അരുന്ധതി ഇല്ലെന്നല്ലേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരേ സിറ്റിയിൽ ജീവിക്കുന്നുള്ള സമാധാനമെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക്. എന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഞാനിവിടെ, ഹസ്ബൻഡ് ഒരിടത്ത്, മക്കൾ വേറൊരിടത്ത്. വല്ലപ്പോഴും ഒരിക്കൽ ക്രിസ്മസിനാണ് ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടുന്നത് തന്നെ. ഏതായാലും ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഓർഡർ, അതും നാട്ടിലേക്ക്, ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. ചുരുങ്ങിയതൊരു 3 കൊല്ലത്തെ കഠിന തടവെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരാമെന്നുള്ളത് ഏറ്റവും ഭാഗ്യമായത്. പെണ്ണുമ്പിള്ള ഇപ്പൊ തുള്ളിച്ചാടുകയായിരിക്കും. അവൾ അവകാശപ്പെടുക അവള് നിരന്തരം മൂകാംബിയക്ക് നേർച്ച നേർന്നിട്ട് എനിക്ക് സ്ഥലം മാറ്റം ശരിയാകുന്ന. സത്യത്തിൽ ഞാൻ നേർന്ന നേർച്ച വല്ലതും അവൾ അറിയുന്നുണ്ടാ? തന്റെ പനിയൊക്കെ മാറിയില്ലല്ലേ? നീ കൂടെ പോയാ ഞാനിവിടെ പിന്നെ ഒറ്റപ്പെടും. സുധാര, ഞാൻ നിന്നെ കുറച്ച് കാശ് തരാനുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന്. ആദ്യം തന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. കാശിന് ആവശ്യം വരുമ്പോ ഞാൻ തനിക്ക് എഴുതാം. ടാക്സി ആ ഗയാ? हाँ ये सामान लेकर टैक्सी में रखो. ठीक है. तुम अभी तक नहीं गया? हाँ जा रहे हैं. ठीक है, आप अंदर आइए. കട്ടിൽ ഒഴിയുന്നതിന് മുമ്പ് തന്നെ എത്തി പുതിയ ആള്. പിന്നെ പുതിയ വീടൊക്കെ ആയിട്ട് താമസിക്കുമ്പോ എനിക്ക് എഴുതണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോട്ടെ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും താനിങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? എനിക്കിപ്പോഴും ഒന്നുമില്ല. ഇതാ കണ്ടോ? വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല.
ഒരുപാട് ദൂരാണെന്ന് വെച്ചാ അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വെച്ച് സമാധാനിക്കാം. ഇത് അങ്ങനെയാണോ? എല്ലാം നേരെയാവുന്നേ. ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ താൻ? ദൈവം നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കൂ? കുറെ അമ്പലങ്ങളിലേക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നാ മുടങ്ങാതെ എല്ലാം കഴിപ്പിക്കണം. ശമ്പളം കിട്ടിയിന്ന്. വിഷ്ണുവേട്ടനൊരു ഷർട്ട് വാങ്ങി. എന്റെ സെലക്ഷൻ പിടിക്കുമെന്നറിയില്ല. എന്നെ താൻ തോപ്പിച്ചളഞ്ഞല്ലോ. എനിക്ക് നീ ശമ്പളം കിട്ടിയിട്ടില്ല. 450 രൂപ ഹോസ്റ്റലിൽ കൊടുത്ത് വാടക, ഭക്ഷണത്തിന് മറ്റും 400 രൂപ വേറെയും. എല്ലാ മാസവും 300 രൂപ വെച്ച് നാട്ടിലേക്ക് അയക്കുന്നതാ. ഇത്തവണ അയക്കണ്ടെന്ന് വെച്ചു. നമുക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ. ബാക്കി വിഷ്ണുവേട്ടന്റെ കയ്യിലിരിക്കട്ടെ. ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് പോരെ കണക്ക് പറച്ചിലൊക്കെ. തൽക്കാലം വീട്ടിലേക്ക് പണയക്കുന്ന മുടക്കണ്ട. Excuse me, there's a call for you. ഹലോ വിഷ്ണു. വാരേ, താൻ ഇപ്പൊ തന്നെ തന്റെ വാരസ്യാരെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടി നേരെ എന്റെ വീട്ടിലേക്ക് വരിക. എന്താ വേട്ടാ? എന്റെ ഭാര്യയുടെ തലേന്ന് ഉദിച്ച ഐഡിയ കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട് തനിക്കും ഭാര്യയ്ക്കും കൂടി വിട്ടുതരാൻ പോവാ. ഒരു കല്യാണം ഉണ്ട് നാളെ രാവിലെ പൂനെയില്. എന്റെ ഒരു പഴയ കൊളീഗിന്റെ മകളുടെയാ. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് വിടും. നാളെ വൈകിട്ടേ മടങ്ങി വരൂ. അതുവരെ ഞങ്ങളുടെ വീട് ഫ്രീ. പിന്നെ തന്നെ കാണാൻ നിൽക്കണില്ലേ ഞാൻ. എന്റെ വീടിന് നമ്പർ ലോക്കാ, അറിയാലോ. നമ്പർ ഒന്ന് ഓർത്തോളൂ. എത്ര അവിടെ നമ്പർ? 6929. ഒന്ന് പറഞ്ഞേ. 6929. ഓക്കെ ഓക്കെ. ഹലോ. സിന്ദൂരം പൂവും ഒരു സായങ്കാലം, സംഗീതം പെയ്യും ഒരു പവിഴദ്വീപിൽ, വെണ്ണീക്കത്തേരിലേറി വന്നിറങ്ങി നാം. സാഗരങ്ങൾ നോപുരം ചാർത്തും, പൂവനങ്ങൾ ചാമരം വീശും, ദേവരാഗ സംഗമത്തിനായി. സിന്ദൂരം പൂവും ഒരു സായങ്കാലം, സംഗീതം പെയ്യും ഒരു പവിഴദ്വീപിൽ. മാനത്തെ മാളികയിൽ നക്ഷത്ര കന്യകമാ ആടുന്നു കണ്ണഞ്ചും മോഹിനിയാട്ടം. തീരങ്ങൾ വാരി വിതറുമീ വൈഡൂര ചിന്തുകളും, ആതിര താളമേന്തുമീ ഹേമന്ത ചില്ലകളും, സാഗരങ്ങൾ നൂപുരം ചാർത്തും, പൂവനങ്ങൾ ചാമരം വീശും, ദേവരാഗ സംഗമത്തിനായി. സിന്ദൂരം പൂവും ഒരു സായംകാലം, സംഗീതം പെയ്യും ഒരു പവിഴദ്വീപിൽ, വെണ്മേഘത്തേരിലേറി വന്നിറങ്ങി നാം. സാഗരങ്ങൾ നൂപുരം ചാർത്തും, പൂവനങ്ങൾ ചാമരം വീശും, ദേവരാഗ സംഗമത്തിനായി. സിന്ദൂരം തൂവും ഒരു സായങ്കാലം, സംഗീതം പെയ്യും ഒരു പവിഴദ്വീപിൽ. മന്ദാരത്താഴ്വരയിൽ ഗന്ധർവ തമ്പുരുവിൽ
ശൃംഗാരം മീട്ടുന്നു മോഹപതംഗം. ആരാമം വാരിയണിയുമീ തൂമുത്തും ചന്ദനവും താരുണ്യച്ചുണ്ടു നുണയുമീ ആദ്യത്തെ മുന്തിരിയും മനതാരിൽ തെളിയുമ്പോൾ തേടുവതെന്റെ നാം. സിന്ദൂരം തൂവും ഒരു സായംകാലം, സംഗീതം പെയ്യും ഒരു പവിഴദ്വീപിൽ, വെണ്ണേക്കത്തേരിലേറി വന്നിറങ്ങി നാം. പൂവനങ്ങൾ ചാമരം വീശും ദേവരാഗ സംഗമത്തിനാ. നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 9626. 26 എന്നല്ലേ പറഞ്ഞേ? 2662. അല്ലല്ല 9626. 9626. രാമേട്ടൻ പറഞ്ഞ നമ്പർ 96 സ്റ്റാർട്ട് ചെയ്യുന്നത് 26 എന്നാ 9666 നോക്കി. അതല്ല 26 ആണ് നോക്കിയോ. അതല്ല 9626 ഒന്ന് നോക്കിയേ. ഇനി 69 സ്റ്റാർട്ട് ചെയ്യുന്നത്. മാലുവേ ഇനി ഇടയ്ക്ക് വരുന്നു പറയാതെ 62 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണെന്ന് എനിക്ക് മനസ്സിലായി. 6296. അയ്യോ അതല്ല ചേട്ടാ 9636 ഒന്ന് നോക്കിയേ. നോക്കട്ടെ. 96 ഒന്നുകൂടെ നോക്കിയേ. ഒന്നിൽ 2662 അല്ലെങ്കിൽ 6226.